ഹലോ, ഞങ്ങളെല്ലാവരും ഇന്നൊരു വാഗമൺ ട്രിപ്പ് പോവാം കേട്ടോ. ചേട്ടൻ്റെ പെങ്ങളും ഹസ്ബൻഡും വന്നു. അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വാഗമണ്ണ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര ആസ്വദിച്ചിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് യാത്രയൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുറത്താണെങ്കിൽ എല്ലാ വീട്ടിലും ഇതുപോലെ റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ ഇങ്ങനെ പഴുത്ത് വന്നുകൊണ്ട് എല്ലാം വലയിട്ടിങ്ങനെ മൂടി വെച്ചേക്കുക. ഇവിടെ മൂവാറ്റുപുഴ കോട്ടയം അങ്ങോട്ടേക്ക് വരുന്ന സ്ഥലത്ത് എല്ലാ വീട്ടിലും ഇതുപോലെ റംബൂട്ടാൻ്റെ കളിയാണ്. അതുപോലെ എന്നെപ്പോലെ തന്നെ കുഞ്ഞാപ്പിയും ഭയങ്കരമായിട്ട് യാത്ര എൻജോയ് ചെയ്യും. ഞാൻ വണ്ടി കയറി അങ്ങനെ ഭയങ്കരമായിട്ട് മിണ്ടൊന്നുമില്ല, ഇങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങ് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് ഓർത്തു. അത്യാവശ്യം കുറേ പേര് തന്നെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽപ്പിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് പിന്നെ അവിടെ പോയാൽ ഫോട്ടോ എടുക്കൽ മസ്റ്റാണല്ലോ. അങ്ങനെ ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പോകുന്ന വഴി നല്ല രീതിക്ക് മഞ്ഞ് മൂടിക്കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പോകുന്ന വഴിയുടെ യാത്രയൊക്കെ. മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ആകാശവും മലനിരകളും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഓൾറെഡി അപ്പോൾ നല്ല ജലദോഷവും ഒച്ചയടവും ഒക്കെ ആയിരുന്നു. എന്തായാലും യാത്ര പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് ഇറങ്ങി. എന്തായാലും വേണ്ടില്ല, എവിടെയെങ്കിലുമൊക്കെ പോവുകയാണല്ലോ നമ്മുടെ വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ പോയി. പണ്ടേ ഞാനിങ്ങനെ വാഗമണ്ണൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് വാഗമണ്ണൊന്നും പ്രത്യേകിച്ച് കാണാനില്ല, കുറച്ച് പൈൻമരങ്ങളും ഇതുപോലത്തെ കുറച്ച് മഞ്ഞ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ മുടക്കി വെച്ചാൽ പൈൻമരം ആയാലും വേണ്ടില്ല മഞ്ഞായാലും വേണ്ടില്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാൽ മതി എന്നുള്ളൂ. ഇതേപോലെ തന്നെ ഗോവേൻ്റെ കാര്യവും പറയുക. ഗോവയിലാകെ കുറച്ച് ബീച്ചും പള്ളിയും ഉള്ളൂ, അത് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് കണ്ടാൽ പോരെയും ചോദിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച 2:30 ആയപ്പോഴത്തേക്കും വാഗമൺ എത്തി. പിന്നെ ഞങ്ങൾക്ക് എല്ലാം വിശന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഗ്രിൽഡ് ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് അത് വന്നപ്പം അതെല്ലാവരും കൂടി മാന്തിപ്പൊളിച്ച് തിന്നുവാണ്. അപ്പോഴത്തെ പിന്നെ ഞങ്ങളുടെ ഒരു 4 ബിരിയാണി ഓർഡർ ചെയ്ത്. അപ്പോഴത്തേക്കും നാത്തും പറഞ്ഞ് എനിക്ക് ചോറ് തിന്നാൻ മോഹം എന്ന് പറഞ്ഞാൽ അവൾ ചോറ് മാത്രം ഓർഡർ ചെയ്ത്. അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചാണെങ്കിൽ ബിരിയാണിക്കകത്ത് സാമ്പാറും മോരുകറി ഒഴിച്ച് വെക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, നല്ല ബിരിയാണി എടുത്തിട്ട് അവൻ മോരുകറി ഒഴിച്ചത് എനിക്ക് തന്നു. ഇനി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൈൻമരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്ന വഴിയിൽ മൊത്തം കടകളാണ്. ഇങ്ങനെ കുറേ കടകളുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഹാൻഡ് ബാഗും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള എന്താ പറയുന്നത് സാധനങ്ങളും പാവയും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും കുഞ്ഞാപ്പി അത് കണ്ടപ്പോഴത്തേക്കും എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ അവൻ ബഹളം വെക്കാൻ തുടങ്ങി. പിന്നെ ഒരു ബൗൾസ് വിടുന്ന സാധനം വാങ്ങിയിട്ട് അവിടെ ഞങ്ങൾ സ്ഥലം വിട്ടില്ല, കട മൊത്തത്തിൽ ഞങ്ങൾക്ക് വാങ്ങേണ്ടി വന്നേനെ. പിന്നെ അങ്ങോട്ട് പൈൻമരത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് സൈഡിൽ മറ്റേ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ട് എത്ര രൂപയാവും ഇത്രയാന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ചേട്ടൻ വന്ന പോലെ വലിയൊരു പൈൻമരത്തിൻ്റെ ഇടയിലോട്ട് അങ്ങ് പോയി. മാനം മുട്ടേ നിൽക്കുന്ന പൈൻമരങ്ങളും. പിന്നെ ഇവിടെ നിന്നും പ്രത്യേകിച്ച് കാണാനില്ല, ഇതുപോലെ തന്നെ പൈൻമരങ്ങളൊക്കെ കണ്ട് എല്ലാവരും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുക എന്നല്ലാണ്ട് വലിയ കാണാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. കുഞ്ഞാപ്പിയാണെങ്കിൽ നടക്കുന്നില്ല, അവന് ആ ബബിൾസ് വിട്ടുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു അവനെ കൊണ്ട് നടക്കാൻ. പിന്നെ ഇതേപോലെ അവിടെ മലനിരകളും അതും ഇതുമൊക്കെ കണ്ടങ്ങ് നടന്നു. പിന്നെ ഇവൻ്റെ അടുത്ത് എവിടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയം കുറച്ചാവും. അതുകൊണ്ട് വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും വളരെയധികം ലേറ്റ് ആവും. മഞ്ഞിറങ്ങുന്നതുകൊണ്ട് നമുക്ക് പോകുന്ന യാത്ര കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഞങ്ങൾ പിന്നെ കാണാമെന്ന് നോക്കും. പിന്നെ നല്ല രീതിക്കൊന്നല്ല, ഒരു ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൊട്ടക്കൊന്നും അങ്ങനെ പോയില്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കുഞ്ഞാപ്പിൻ്റെ കളികളും ബഹളങ്ങളും ഒക്കെ ആയി അതിലിതിലെ ഫോട്ടോ ഒക്കെ എടുത്ത് ഓടി നടന്നു നിന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതേപോലെ തന്നെ മഴക്കോട്ടൊക്കെ ഇട്ട് പച്ച മഞ്ഞ ചുവപ്പ് ഫുള്ള് കളറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത്.
ഞാൻ പൈൻ മരത്തിൻ്റെ ഇല വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ ഒരു പൈൻ മരത്തിൻ്റെ ഇല വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ മറക്കെടുത്തൊന്ന് പോകട്ടെ. എൻ്റെ അപ്പനും മോനും ഏതോ വിദൂരങ്ങളിലേക്ക് എന്തോ കാണാനുള്ള പോലെ നടന്നു പോകുന്നുണ്ട്. എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിൽ മെമ്മറി ഫുള്ള് നിറച്ചിട്ടുണ്ട്. ഇനി അധികം തന്നെ ഞങ്ങളവിടെ നിന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളത് അവിടെ നിന്ന് പൈൻമരത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കാറിൽ കയറിയപ്പോഴത്തേക്കും കുഞ്ഞാപ്പി അങ്ങ് ഉറങ്ങിപ്പോയി. കുറേ നേരത്തെ യാത്രകളുടെയും ബഹളങ്ങളുടെ ഇടയിൽ കൊച്ചു റെസ്റ്റായി. പിന്നെ പോകുന്ന വഴി ഇതേപോലെ നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന കണ്ട് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറേ നേരം അതൊക്കെ നോക്കി നിന്നു. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഞ്ഞൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങ് തിരിച്ചു പോവുകയാണ്. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം കൂടി കണ്ടു. വലിയ വെള്ളച്ചാട്ടമായിരുന്നു. ഒരു മല മുഴുവൻ വെള്ളച്ചാട്ടം അങ്ങ് തൊട്ട് ഇങ്ങ് വരെ. അപ്പം അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ ആക്കി പിന്നെ അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് കോടമഞ്ഞിൻ്റെ നടുവിലേക്ക് ഇറങ്ങി. നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് വൈകിയാൽ പിന്നെ ഇതിനേക്കാൾ നല്ലോണം ഇറങ്ങിയ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും കാണാൻ നിന്നില്ല. വേഗം വീട്ടിലേക്ക് സ്ഥലം വിട്ട് അടുത്ത വരവിന് ബാക്കിയെല്ലാം കാണാമെന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്താ വാഗമൺ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരും. അപ്പോൾ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.